ലഹരിക്കെതിരെ KPCC ആഹ്വാനപ്രകാരം എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്വിറ്റ് ഡ്രഗ് ഡേ വാക്കത്തോൺ ഉടൻ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോൺ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. വാക്കത്തോൺ മറൈൻ ഡ്രൈവിൽ സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ വാക്കത്തോൺ തുടങ്ങുക? വലിയൊരു ആശയം തന്നെയാണ് മുൻനിർത്തി ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്, അല്ലേ? സംസ്ഥാനത്ത് വലിയ രീതിയിൽ ലഹരി വ്യാപനം നടക്കുന്നുണ്ട്. ഈ ഒരു സാമൂഹ്യ വിപത്തിനെ നേരിടാൻ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ രംഗത്തുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അത്തരത്തിലൊരു മൂവ്മെന്റിനാണ് തുടക്കം കുറിക്കുന്നത്. ക്വിറ്റ് ഡ്രഗ്സ് ഡേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. KPCCയുടെ ആഹ്വാനപ്രകാരം എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ കൊച്ചിയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ വാക്കത്തോണിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:30 കൂടി ഈ വാക്കത്തോൺ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ വാക്കത്തോണിൽ പങ്കെടുക്കും. അങ്ങനെ ഒരു ഒറ്റക്കെട്ടായി ഈ സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിക്കുക എന്നതാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളുമായി മറ്റ് സംഘടനകളും രംഗത്തുണ്ട്. എന്തായാലും എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനം ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ ദിവസേന എന്നോണം നിരവധി കേസുകളാണ്. നമ്മൾ പല വാർത്തകളിലും കേൾക്കുന്നതാണ്. അമ്മയെ വരെ ബലാത്സംഗം ചെയ്യുന്ന, ലഹരിക്കടിമയായി ബലാത്സംഗം ചെയ്യുന്ന വാർത്തകൾ വരെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഒരു വാക്കത്തോൺ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇത്രയധികം ആളുകൾ എത്തിച്ചേരുന്നതും വലിയൊരു വിപത്താണ് മുന്നിലുള്ളത് എന്നൊരു ഉത്തമ ബോധ്യത്തിന്റെ പങ്കോടുകൂടി ആയിരിക്കും, അല്ലേ രാഹുൽ? അല്ലേ അരുൺ? നിരവധി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലുവ MLA അൻവർ സാദിഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ വലിയ ജനപങ്കാളിത്തമാണ് രാവിലെ തന്നെ ഈ പരിപാടി കാണുന്നത്. ഇതിന്റെ മുദ്രാവാക്യമാണ് ഈ ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ പൊതുവായി ഇത് അറിഞ്ഞു വന്ന ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പല പ്രദേശത്തൊക്കെ, കാരണം നമുക്കറിയാം ലഹരിക്കെതിരെ അല്ലെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് ഈ ഡ്രഗ്സിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. അതൊരു എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതെ, എറണാകുളത്ത് ഇതിന് ഒരു ഹബ്ബ് പോലെയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിനൊക്കെ നമുക്ക് മോചനമായി നേടണം. അവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കണം. കാരണം പഴയ തലമുറയെ കാർന്നു തിന്നു, പുതിയ തലമുറയെ ഈ സംഗതി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. അപ്പം അതിന് ചെയ്യേണ്ടത് ഒന്ന്, ഗവൺമെൻറ് അതിന് എല്ലാ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ സാധിക്കണം. അവിടെ ഈ പറഞ്ഞ എക്സൈസ് വകുപ്പായാലും പോലീസായാലും അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. കാരണം അവരെ പലപ്പോഴും സ്ട്രെങ്ത് കുറവാണ് ഈ വകുപ്പുകളിലൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ഞങ്ങളൊക്കെ നിയമസഭയിൽ പലവട്ടം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം നിങ്ങൾക്കറിയാം അടിയന്തര പ്രമേയം 2 വട്ടം, ആദ്യം ഞങ്ങൾ ഗവൺമെൻറ് ചേർന്ന് നിന്നുകൊണ്ടുള്ള അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. രണ്ടാമതും ചർച്ച വരുത്തി. മൂന്നാമത് ഞങ്ങൾക്ക് ഇത് നടപടി മുന്നോട്ട് പോകാതെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി കടുപ്പിച്ച് പറയേണ്ടി വന്നു. അത് ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഗവൺമെൻറ് ഒന്നുകൂടി അലർട്ട് ആവേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിന് ഗവൺമെൻറ് എന്ത് നിലപാടെടുത്താലും പ്രതിപക്ഷം പറഞ്ഞിട്ട് കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഇത് വലിയ വിപത്താണ്. നമ്മളില്ലേ ഇന്ന് സ്കൂൾ കുട്ടികളെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ വലിയ അപകടത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയോജകാടിസ്ഥാനത്തിൽ, മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ ഇതിൻ്റെ ബോധവൽക്കരണം ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞത്, ഞാൻ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക യൂത്ത് കോൺഗ്രസ്, AICO, മഹിളാ കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും അതിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഇതിനെ ഒറ്റ മുദ്രാവാക്യമുള്ളൂ, ഇതിനെ നേരിടുക, അതിനെ ആശയപരമായും ഏതൊക്കെ രീതിയിൽ അപ്പോൾ അവിടെ ഗവൺമെൻറ്റാണ് കുറച്ചുകൂടി കണ്ണു തുറന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. അത്തരത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി ഈ വിപത്തിനെതിരെ നിൽക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.